ഫ്യൂച്ചർ ടെൻസ് എന്നാണ്, ഭാവി കാലം എന്നാണ് നമ്മളതിനെ മലയാളത്തിൽ പറയാം. ഫ്യൂച്ചർ ടെൻസ് എക്സ്പ്രസസ് ആൻ ആക്ഷൻ that will happen or is going to happen in the future. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു ആക്ഷനെ ആണ് എന്തിൽ പറയുന്നത്, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതാവുക. അപ്പോൾ അതിനെ മറ്റുള്ള ടെൻസുകളെ പോലെ തന്നെ, അതായത് പ്രസൻറ്റ് ടെൻസിനെയോ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിനെ പോലെ തന്നെയോ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചർ ടെൻസിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂയസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂയസ്. ഇതിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് അധികവും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറും അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂയസും മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് വരുന്നത്. മറ്റേ ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും അത്ര യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? സബ്ജക്റ്റ് കഴിഞ്ഞാൽ വിൽ അല്ലെങ്കിൽ ഷോൾ ഉണ്ടായിരിക്കണം. പ്ലസ് V1 ആണ്, വേർബിൻ്റെ ബേസ് ഫോമാണ് ഉണ്ടായിരിക്കേണ്ടത്. കറക്റ്റ്. ഇപ്പോൾ ഗോ ആണെങ്കിൽ ആ ഗോ ഒരു വേർബ് ഗോ, അല്ലെങ്കിൽ അതിന് പാസ്റ്റ് ടെൻസ് വെൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോ എന്നാണ്. അതിൽ വേർബിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം എന്ന് പറയുന്നത് ഗോ ആണ്. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. നാളെ ഞാൻ സ്കൂളിലേക്ക് പോവും. നാളത്തെ കാര്യമാണ് അല്ലേ, ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഷീ വിൽ മീറ്റ് ഹെർ ഫ്രണ്ട് നെക്സ്റ്റ് വീക്ക്. അവൾ അടുത്ത ആഴ്ച അവളെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യും അല്ലേ. ഇവിടെ കീവേഡ് എന്താണ്? ടുമോറോ ഉണ്ട്, നെക്സ്റ്റ് വീക്ക് ഉണ്ട്, അതുപോലെ തന്നെ സൂൺ ആവാം, പെട്ടെന്ന് തന്നെ, ലേറ്റർ, പിന്നീട് എന്നുള്ള വേർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഫ്യൂച്ചർ ടെൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING അല്ലേ. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂസുകളിൽ എപ്പോഴും ING ഉണ്ടായിരിക്കും, വേർബ് കഴിഞ്ഞാൽ ING ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഈസോ, ആമോ, ആറോ പ്ലസ് വേർബ് പ്ലസ് ING ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർഡ് പ്ലസ് വേർബ് പ്ലസ് ING. എന്നാൽ ഫ്യൂച്ചറിൽ അതെങ്ങനെ വരണം? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി, ഒന്നില്ലെങ്കിൽ വിൽ ബി ആവാം അല്ലെങ്കിൽ ഷോൾ ബി ആവാം, പ്ലസ് വേർബ് പ്ലസ് ING ആയിരിക്കും. And this tense is used to express an action that will be in progress at a specific time in the future. ഫ്യൂച്ചറിൽ ഏതെങ്കിലും സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷനെ നടന്ന് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്ന ഒരു ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നാളെ വൈകുന്നേരത്ത് ഞാൻ 7 മണിക്കൊക്കെ ഞാൻ എന്ത് ചെയ്യായിരിക്കും, പഠിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്ന് പറയണമെങ്കിൽ അത് ഇതിൽ പറയണം, നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയണം. അപ്പോൾ ഞാൻ എങ്ങനെ അത് പറയാം? ഐ വിൽ ബി സ്റ്റഡിയിങ് ടുമോറോ അല്ലേ, നാളെ ഞാൻ പഠിക്കാൻ. ടുമോറോ അറ്റ് 7 PM, ഞാൻ നാളെ 7 മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ഐ വിൽ ബി സ്റ്റഡിയിങ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING ആണ് അതിൻ്റെ ഫോം. നോക്കാം, ഇവിടെ കറക്റ്റ് തന്നിട്ടില്ല. ഐ വിൽ ബി സ്റ്റഡിയിങ് അറ്റ് 8 PM എന്നാണ് പറയുന്നത്. അതുപോലെ ദേ വിൽ ബി വാച്ചിങ് TV tonight. ഇന്ന് രാത്രി അവർ TV കണ്ടു. ഇപ്പം രാവിലെ ആയിരിക്കാം, രാത്രി ആവുന്നതെന്നും പറഞ്ഞുള്ള പറയുന്നത്. ദേ വിൽ ബി വാച്ചിങ് TV tonight. ഇന്ന് രാത്രി അവർ TV വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. ഹീ വിൽ ബി വർക്കിംഗ് ടുമോറോ ആഫ്റ്റർനൂൺ. അവൻ നാളെ ഉച്ചയ്ക്ക് ശേഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നെക്സ്റ്റ്. ഫ്യൂച്ചറിൽ കറക്റ്റ് ഇന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കും, പൂർത്തീകരിച്ചിരിക്കും, ഫിനിഷ് ചെയ്തിരിക്കും എന്നൊരു ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ ഇന്ന സമയത്ത് അവനത് കംപ്ലീറ്റ് ആക്കും, ഫിനിഷ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് എന്തിൽ പറയണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റിന് എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിന് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ആൻഡ് ഫ്യൂച്ചറിൽ എന്ത് വന്നു? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ്
ഹാവ് പ്ലസ് V3 ആണ് വരുന്നത്. ഇനി to show that an action will be completed before a certain time in the future. അല്ലേ, ഫ്യൂച്ചറിൽ ഒരു കറക്റ്റ് ഒരു ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു ആക്ഷൻ്റെ കംപ്ലീറ്റ്നെസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ബൈ നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് ബുക്ക്. അടുത്ത മാസത്തിനുള്ളിൽ, അല്ലേ, അടുത്ത മാസം ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് ടൈം ബുക്ക്, ഞാൻ ഈ ബുക്ക് മുഴുവനായും വായിച്ചിരിക്കും എന്നുള്ളതാണ്. ഷീ വിൽ അല്ലെങ്കിൽ എഴുതി പൂർത്തീകരിച്ചിരിക്കും എന്നുള്ളതായിരിക്കാം. ഷീ വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബൈ 9 PM. അവൾ 9 മണിക്കുള്ളിൽ എവിടെ എന്ത് ചെയ്യും, വീട്ടിൽ എത്തിച്ചേർന്നിരിക്കും എന്നുള്ളതാണ്. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് ബൈ നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിനുള്ളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരുടെ പ്രോജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING, അല്ലേ. പെർഫെക്റ്റ് കണ്ടിന്യൂസുകളിലൊക്കെ ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഉണ്ട് ലാസ്റ്റ്. ഷോ ദാറ്റ് ആൻ ആക്ഷൻ, അല്ലേ, ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് ആൻ ആക്ഷൻ വിൽ കണ്ടിന്യൂ അപ് ടു എ പോയിൻ്റ് ഓഫ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഇത്ര സമയം വരേക്കും ഞാൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതിനെയാണ്. അങ്ങനെ ഒരു ആക്ഷൻ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും എന്തിൽ പറയണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. ബൈ 2000, ഫോർ എക്സാമ്പിൾ, ബൈ 2028 ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 5 years. 2028 ആവുമ്പോഴേക്കും ഞാനൊരു 5 വർഷത്തോളമായിട്ട് എന്താണ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും, 5 years ആയിട്ട്, അല്ലേ. ഹി വിൽ ഹാവ് ബീൻ റീഡിങ് ബൈ 11 PM, അല്ലേ. അവന് 11 മണി വരേക്കും അവനങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആക്ഷൻ തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊരു ടൈം പീരീഡും ഉണ്ട് കേട്ടോ. ഇന്നതിന് മുൻപേ അത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചെയ്ത് പൂർത്തീകരിക്കും, ഇങ്ങനെ ആ സമയത്തൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതാണ് ഏതിൽ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളത്.